തിരുവനന്തപുരത്തെ ചടങ്ങിൽ തന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ കുട്ടിയോട് സ്നേഹം പങ്കുവച്ച് പ്രധാനമന്ത്രി. ഇത്രയും നേരം കൈ ഉയർത്തിപ്പിടിച്ചാൽ വേദനിക്കുമെന്നും ചിത്രം തനിക്ക് കൈമാറിയാൽ കത്തെഴുതാമെന്നും മോദി പറഞ്ഞു. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके. बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए. ഈ ഫോട്ടോ പ്രധാനമന്ത്രി വാങ്ങുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന സ്കൂൾ കുട്ടിയായ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് പ്രതികരിച്ചു. ആ റിപ്പോർട്ടിലേക്ക്. ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രി അദ്ദേഹമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ മറ്റൊരു താരം കൂടെ ഇന്ന് ഉണ്ടായി. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന 8 ക്ലാസ്സുകാരൻ സിദ്ധാർത്ഥാണ് ഈ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇങ്ങനെ ഉയർത്തിക്കാട്ടുകയും പ്രധാനമന്ത്രി കാണുകയും ചെയ്തു. സിദ്ധാർത്ഥ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ പ്രധാനമന്ത്രി മോദി ഇങ്ങനെ പറഞ്ഞപ്പോൾ മോൻ എന്താ തോന്നിയത്? ഷോക്കായി പോയി. സന്തോഷം തോന്നിയോ? മോനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിദ്ധാർത്ഥ്, 6ലാണ് പഠിക്കുന്നത്, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ്, ക്രൈസ്റ്റ് നഗർ തിരുവല്ലത്തിലാണ് പഠിക്കുന്നത്. അച്ഛൻ്റെ അമ്മേൻ്റെയും പേര് രേഷ്മയും ശ്രീജും, അനിയനും ഉണ്ട് സംസ്കൃതം, താമസിക്കുന്ന പെരുന്താനിയിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോ പ്രധാനമന്ത്രി പറഞ്ഞത് മോന് കത്തയക്കുമെന്നാണ്. അത് കേട്ടപ്പോ എന്താ തോന്നിയത്? എല്ലാം കേട്ടപ്പോ ഷോക്കാണ് തോന്നുന്നത്. സന്തോഷമുണ്ട്, ഷോക്കുമാണ്. ഈ പടം എപ്പോഴാ വരച്ചത്? ഇന്നലെ രാത്രി. ഒരു ദിവസം രാത്രി ഇരുന്ന് മാത്രം വരച്ചാണ് ആണോ? ഈ നേരത്തെ ഈ ചിത്രരചന മത്സരങ്ങൾക്ക് പങ്കെടുക്കാറുണ്ടോ? ഉണ്ടോ? സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇന്ന് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു സമ്മാനമായിട്ടാണ് തോന്നിയത്. എന്താണ് തോന്നുന്നത്? മോനെ വലിയ എന്താ ഈ നെട്ടല്ലാണ് ഇപ്പോൾ. അച്ഛൻ പേരെന്താണ്? ശ്രീജു. ഇങ്ങനെ ഈ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? വളരെ സന്തോഷം. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ മോന് കിട്ടുമെന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം. ഓക്കെ, ഏതായാലും എല്ലാവിധ ആശംസകളും. കത്ത് ഉടനെ വരട്ടെ. വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവട്ടെ.